നമസ്കാരം. ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗൃഹപാഠത്തിൽ നമുക്ക് സംഖ്യാശാസ്ത്രവും വാസ്തുശാസ്ത്രവും എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്ത ന്യൂമറോളജിസ്റ്റും വാസ്തു കൺസൾട്ടൻറ്റുമായ ഡോക്ടർ ആർ വേലായുധൻ. അദ്ദേഹത്തെ ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. സാർ, നമുക്കിന്ന് ലക്കി കളേഴ്സിനെ കുറിച്ച് പറഞ്ഞാലോ? അതായത് നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പക്ഷേ നമുക്കിപ്പോൾ നല്ലൊരു ആഘോഷം വരികയാണ്, മലയാളികളുടെ ദേശീയോത്സവമായ ഓണം. അപ്പം ഈ ആഘോഷങ്ങൾക്ക് നമ്മൾ കളർ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവർ ഓരോ വ്യക്തികളുടെയും ലക്കി കളേഴ്സിനെ കുറിച്ചൊന്ന് പറയാമോ? ആദ്യമായിട്ട് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഓണാശംസകൾ. നമ്മൾ ഓണം വരുന്ന അവസരത്തിലാണല്ലോ എല്ലാവരും ഡ്രസ്സൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതൊരു അവസരമാണ്. അപ്പോൾ നേരത്തെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ലക്കി കളേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് എടുക്കുവാനുള്ള ഒരു അവസരം നമുക്ക് കൊടുക്കാം. നേരത്തെ കളേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പൊതുവെ 1, 10, 19, 28 അതായത് ഭാഗ്യ നമ്പർ 1 ആയ വ്യക്തികൾ തിരഞ്ഞെടുക്കേണ്ട കളേഴ്സ് എന്തെല്ലാം? അവർ തിരഞ്ഞെടുക്കുമ്പോൾ ലൈറ്റ് ബ്ലൂ കളർ, റോസ് കളർ, ഇത് രണ്ടും കൂടുതൽ വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇത് തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഉപയോഗിക്കുക. വേണമെങ്കിൽ ചെക്ക് ഉപയോഗിക്കാം. ഇത് കൂടുതൽ വരത്തക്ക രീതിയിലായിരിക്കണം. ഈ കളർ കൂടുതൽ വന്നാൽ മതി. അതിൽ പ്രിന്റ് വരുന്നുണ്ട്, വേറെ കളേഴ്സ് വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതായിരിക്കണം, ഈ കളേഴ്സ് ആയിരിക്കണം കൂടുതൽ വരേണ്ടത്. 2, 11, 20 ഈ തീയതികളിൽ വരുന്നവർ, അതായത് ലക്കി നമ്പേഴ്സ് 2, അവർക്ക് ഐവറി കളർ കൊള്ളാം. ബ്രൗൺ കളർ നന്നായിരിക്കും. ഐവറി, ബ്രൗൺ. പിന്നെ വേണമെങ്കിൽ ഗ്രീൻ കൂടെ അല്പം ചേർക്കാം. എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള കളർ സെലക്ട് ചെയ്തുകൂടാ എന്നല്ല, ഇത് കൂടുതലും വരുന്ന ഡിസൈൻസ് ഒക്കെ ഇടാൻ നോക്കുക. മൂന്നാമത്തെന്ന് പറയുന്നത് 3, 12, 21, 30 ഈ തീയതികളിൽ ജനിച്ചവർ, അതായത് അവരുടെ ഭാഗ്യ നമ്പർ 3 ആണ്. അവർ സെലക്ട് ചെയ്യുമ്പോൾ നല്ല പട്ടുസാരി സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ പട്ടുസാരിയിൽ പച്ച, നീല, പിന്നെ കോഫി കളർ, ഈ 3 ഉപയോഗിക്കാൻ നോക്കുക. പച്ച, നീല. നീല എന്ന് പറയുമ്പോൾ ഏത് കളർ നീലവും നമുക്ക് ഉപയോഗിക്കാം. ഡാർക്ക് വേണ്ട, ലൈറ്റ് ബ്ലൂ കളേഴ്സ് ഉപയോഗിക്കാൻ നോക്കുക. കൂടുതലും പട്ടുസാരി എടുക്കുന്നതായിരിക്കും നല്ലത്. 4 എന്ന് പറയുന്നത് 4, 13, 22, 31 4 ഭാഗ്യ നമ്പറുള്ള വ്യക്തികൾ. മഞ്ഞ കൂടുതൽ ഉപയോഗിക്കാൻ നോക്കണം. മഞ്ഞയും പച്ചയും കൂടുതൽ ഉപയോഗിക്കാൻ നോക്കുക. 5 എന്ന് പറയുമ്പോൾ 5, 14, 23 ഈ ജനിച്ചവർ ഗ്രേ കളർ ഉപയോഗിക്കാം, ചോക്ലേറ്റ് കളർ ഉപയോഗിക്കാം, ലൈറ്റ് ബ്ലൂ ഉപയോഗിക്കാം. ഇത് 3 കൂടുതൽ ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ വരുന്ന 6 എന്ന് പറയുമ്പോൾ 6, 15, 24 ഈ തീയതി ജനിച്ചവരുടെ ഭാഗ്യ നമ്പർ 6 അവരും പട്ടുസാരി ഉടുക്കാൻ ഉപയോഗിക്കുക, കൂടുതൽ എടുക്കാൻ നോക്കുക. അവരും ലൈറ്റ് ബ്ലൂ ഉപയോഗിക്കാം, ഗ്രീൻ ഉപയോഗിക്കാം, റോസ് കളർ ഉപയോഗിക്കാം, മറൂൺ കളർ ഉപയോഗിക്കാം. ഇത്രയും കളർ അവർക്ക് ഉപയോഗിക്കാം. പിന്നെ 7 എന്ന് പറയുമ്പോൾ 7, 16, 25 അവർ ഡാർക്ക് ബ്ലൂ ഉപയോഗിച്ചോട്ടെ. ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ വേണ്ട. ഡാർക്ക് ബ്ലൂ, ഡാർക്ക് ഗ്രീൻ അങ്ങനെയുള്ള കളേഴ്സ് ഉപയോഗിക്കാം. 8 എന്ന് പറയുമ്പോൾ 8, 17, 26 8കാർക്ക് ഡാർക്ക് ബ്ലൂ, ഡാർക്ക് ഗ്രേ, ചോക്ലേറ്റ്, ഡാർക്ക് കളേഴ്സ് എന്ത് വേണോ അവർക്ക് ഉപയോഗിക്കാം. ഡാർക്ക് കളേഴ്സ്. അവരുടെ കളർ കറുപ്പാണെങ്കിലും കറുപ്പൊന്നും എടുക്കണ്ട. ഈ 8കാരുടെ കളേഴ്സ് ഇത്തിരി കറുപ്പാണ്, എന്നാലും സ്ത്രീകൾ കറുത്ത കളർ ഉപയോഗിക്കേണ്ട, പുരുഷന്മാർ കറുത്ത കളർ കഴിയുന്നത് ഉപയോഗിക്കാതിരിക്കുക. 9 എന്ന് പറയുമ്പോൾ 9ആയി, 18ആയി, 27ആയി അവരുടെ ഭാഗ്യ നമ്പർ 9. ഇവർ നല്ല റെഡ് കളർ, നല്ല മറൂൺ കളർ, പിന്നെ മറ്റുള്ള ഡാർക്ക് കളേഴ്സ് ഏത് വേണോ അവർക്ക് ഉപയോഗിക്കാം. പക്ഷെ കൂടുതലും റെഡ്, മറൂൺ ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയും ഈ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് ആദ്യം നമ്മുടെ ഭാഗ്യ നമ്പർ കണ്ടുപിടിക്കണം. അതനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്രയും കളേഴ്സ് കൂടുതൽ വരുന്ന സാരിയും ബ്ലൗസും അല്ലെങ്കിൽ ഷർട്ടും ഇതൊക്കെ എടുക്കാൻ നോക്കുക. എന്ന് പറഞ്ഞ് ബാക്കി കളർ ഉപയോഗിക്കണം എന്നല്ല.
കുട്ടികളെ നമ്മൾ സംബന്ധിച്ചോളം ഈ വേഷം ഏത് സമയങ്ങളിൽ, ഏതെങ്കിലും വിശേഷ സമയങ്ങളിൽ അല്ലെങ്കിൽ വിശേഷ സമയങ്ങളിൽ interview? പരീക്ഷയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു കാര്യങ്ങൾ നല്ലൊരു ഫംഗ്ഷന് പോകുമ്പോൾ ഇതൊക്കെ ഇടുമ്പോൾ നമുക്ക് ഒരു സുഖം തോന്നും. നല്ലൊരു ഒരു പ്ലസൻറ്റ് തിളങ്ങാനും തോന്നും, 4 പേര് ചോദിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒരു എന്തായാലും നല്ലൊരു എനർജറ്റിക് ആയിരിക്കും എന്നുള്ളതാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 12 വയസ്സ് വരെ മൾട്ടി കളേഴ്സ്, ഈ പറഞ്ഞ എല്ലാം മൾട്ടി കളേഴ്സ് ഉള്ള സാർ നമുക്ക് കളേഴ്സിലേക്ക് വരാൻ ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സന്തോഷ്. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. സന്തോഷ് എവിടുന്നാ? കണ്ണൂർ. കണ്ണൂർ. പറയൂ സന്തോഷ്. പറഞ്ഞോളൂ. ഭാഗ്യ നമ്പർ അറിയാൻ വേണ്ടിട്ട്. എന്താ ഡേറ്റ് ഓഫ് ബർത്ത്? 18/11/1965. 15 11 മാസം. ഡേറ്റ് 18/11/1965. 9ഉം 5ഉമാണ് ഭാഗ്യ നമ്പർ. 9/5. അതെ. ട്യൂസ്ഡേ ഫ്രൈഡേ ആണ് നല്ല ദിവസം. റെഡ് കളറൊക്കെ ഉപയോഗിക്കാൻ നോക്കൂ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പോൾ നമ്മൾ മൾട്ടി കളേഴ്സിനെ കുറിച്ച് പറഞ്ഞു. മൾട്ടി കളേഴ്സ് ഉപയോഗിക്കാൻ നോക്കുക. ഇനി കുട്ടികൾ കഴിഞ്ഞിട്ട് 12 വയസ്സിനും ഒരു 25 വയസ്സിനും ഇടയിലുള്ള ചെറുപ്പക്കാരിൽ ഇപ്പോഴത്തെ ഫാഷൻ ചെക്ക് ടൈപ്പുകളാണ്, ഡിഫറൻറ്റ് മൾട്ടി കളേഴ്സ്, പെരിയോമെട്രിക് എന്നപോലെ മൾട്ടി കളേഴ്സൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുമ്പോഴും നമുക്ക് ഞാൻ ഈ പറഞ്ഞ കളേഴ്സ് മാക്സിമം ബേസ് ഉള്ളത് ഉപയോഗിക്കാൻ നോക്കാം. മാക്സിമം ബേസ് വരത്തക്ക രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ബാക്കിയുള്ളവർക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ നല്ല ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഡേ ആയിരിക്കും അന്ന്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വയസ്സായ ആൾക്കാരുണ്ട്. വയസ്സായ ആൾക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് ഈ കളർ അങ്ങനെ നമ്മളീ പറയുന്ന കളറൊന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ. പക്ഷെ നമ്മൾ അവരുടെ ആ ഗ്രഹത്തിനനുസരിച്ചുള്ള കളറാണ് പറയുന്നത്. എന്നിരുന്നാലും ഒരുപാട് ഡ്രസ്സുള്ളതിൻ്റെ കൂട്ടത്തിൽ ഇതൊരു കളറും കൂടെ ഇത്തവണ ഒന്ന് എടുത്തു വയ്ക്കുക, ഉപയോഗിച്ച് നോക്കാമല്ലോ എങ്ങനെയുണ്ട് എന്നുള്ളത്. പിന്നെ പുരുഷന്മാരെ നോക്കുമ്പോൾ ഇത്തരം കളേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഷർട്ടുകളൊക്കെ പയ്യന്മാർക്കെല്ലാം ഞാൻ ഈ പറഞ്ഞ കളേഴ്സ് എല്ലാം ഉപയോഗിക്കാം. കുറച്ച് പ്രായമായ ആൾക്കാരെല്ലാം ഉപയോഗിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ നമ്പേഴ്സിൻ്റെ ലൈറ്റ് കളർ, എല്ലാത്തിനും ലൈറ്റ് കളേഴ്സ് ഉപയോഗിക്കാൻ നോക്കും. ഈ ഡാർക്ക് പറഞ്ഞതിൻ്റെ എല്ലാത്തിനും ലൈറ്റ് കളേഴ്സ് ഉപയോഗിക്കാം. ഓക്കെ സാർ, നമുക്ക് ഇതിലേക്ക് വരാം. വീണ്ടും ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് വീണ, ഞാൻ ഇടുക്കിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. സാറിന് നമ്പറും കളറും അറിയാനാണ്. എന്താ ഡേറ്റ് ഓഫ് ബർത്ത്? 31 ജാനുവരി 1976. 31 എന്ന് പറയുമ്പോൾ 314 രാഹുവിൻ്റെതാണ്. മഞ്ഞ കളർ ഉപയോഗിക്കാൻ പറഞ്ഞു, കൂടുതലും മഞ്ഞയും കുറച്ച് പച്ച കളർ ഉപയോഗിക്കാൻ നോക്കുക. മഞ്ഞയിൽ നല്ല ഡിസൈൻസ് വേണമെങ്കിൽ ചുവന്ന ഡിസൈൻസും ആകാം കേട്ടോ. ലക്കി നമ്പർ എന്ന് പറയുന്നത് 1ഉം 4ഉം ആണ്. അതെ അതെ അതെ. ആഴ്ച മൺഡേയും സൺഡേയും ആണ്. സൺഡേയും മൺഡേയും. അതെ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മൾ കുറച്ച് പ്രായമായവരുടെ കാര്യം വരെ ലൈറ്റ് കളേഴ്സ് ഷർട്ടും ഇതൊക്കെ ഇടാൻ പറഞ്ഞു. ഇവർക്ക് എല്ലാവർക്കും ഈ 1, 4, 7 ഈ തീയതികളിൽ ജനിച്ച പുരുഷന്മാർ നല്ല വൈറ്റ് കളേഴ്സ് ഷർട്ട്. 1, 4, 7. അതെന്താണ് സാർ? 1, 4, 7 എന്ന് പറയുന്നത് സണ്ണിന്റെ നമ്പർ, 4 എന്ന് പറയുന്നത് രാഹുവിന്റെ നമ്പറാണ്, 7 എന്ന് പറയുന്നത് കേതുവിന്റെ നമ്പറാണ്. അപ്പോൾ ഇത് ഒത്തിരി പ്രായമാണ്. 7 ആണ് കേതു അല്ലേ? 7 ആണ്. അപ്പോൾ 8 സാറ്റേൺ, ശനിയാണ്. അപ്പോൾ ഇവർ ഈ 3 ഗ്രൂപ്പിലുള്ളവരും നല്ല വൈറ്റ് ഷർട്ട് ഇടുന്നത് നന്നായിരിക്കും. അത് പുരുഷന്മാർ മാത്രമാണോ, സ്ത്രീകൾക്കും? സ്ത്രീകൾ അങ്ങനെ വൈറ്റ് ഇടണ്ട. അല്ല, ചിലർക്ക് വൈറ്റ് ഇഷ്ടമായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ അല്ല, ഇപ്പോൾ പണ്ട് ഈ വൈറ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഭർത്താവ് മരിച്ചുപോയവരൊക്കെ ആണല്ലോ വൈറ്റ് ഡ്രസ്സ് ഇടുന്നത്. അപ്പോൾ അത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കഴിയുന്നതും വൈറ്റ് ഡ്രസ്സ് ഒഴിവാക്കുക. പിന്നെ ക്രിസ്ത്യൻ മാരേജ് വരുന്ന സമയത്ത് വൈറ്റ് ഇടണം. അങ്ങനെ ചില ഒക്കേഷൻസിൽ മാത്രം ഇടുക എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് വൈറ്റ് നമുക്ക് പ്രിഫറബിൾ അല്ല ചില കാര്യങ്ങൾക്ക്. അതുകൊണ്ട് വൈറ്റ് ഷർട്ട് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ തീർച്ചയായിട്ടും ഒരു പേഴ്സണാലിറ്റി അതിനകത്തുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ സാർ, നമുക്ക് ഗൃഹപാഠത്തിൽ ഒരു ബ്രേക്ക് എടുക്കാൻ സമയമായി. ഗൃഹപാഠം ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്.